നെക്സ്റ്റ് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് മെയിൻ ആയിട്ടും പറഞ്ഞ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻസ് അതിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് കോൾഡ് ലെജിസ്ലേറ്റീവ് റിലേഷൻ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, പിന്നെ ഫൈനാൻഷ്യൽ റിലേഷൻ. അപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെയാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് കോമൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. അതല്ല ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയിക്കണം. നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. ഞാൻ പറയുന്നത് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരും. ആദ്യം ഈ ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് ഏത് പാർട്ടിലാണ് പറയുന്നത്? പാർട്ട് 11ലാണ്. സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് വരുന്നത് പാർട്ട് 11 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ് അവർ പറയുന്നത്. ഒന്ന് ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്, പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ് ആൻഡ് സെന്റേഴ്സ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഇങ്ങനെയാണ് 4 എണ്ണം. അതിൽ ആദ്യം നമുക്ക് ടെറിട്ടോറിയൽ എടുക്കാം. അതായത് ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ദ ഇന്ത്യ ആപ്ലിക്കബിൾ ആയിരിക്കും. വേറെസ് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം സ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഇതാണ് ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില കാര്യങ്ങളിൽ സെന്ററിന് നിയമം ഉണ്ടാക്കാം, ചില കാര്യങ്ങളിൽ സ്റ്റേറ്റിന് മാത്രം നിയമം ഉണ്ടാക്കാം, ചില കാര്യങ്ങളിൽ സെൻട്രലിനും സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതും ഒരു സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ആണ്. അതായത് ഇപ്പോൾ നിയമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സബ്ജക്റ്റുകൾ സെന്ററിന് ഉണ്ടാക്കാം, ചില സബ്ജക്റ്റുകൾ സ്റ്റേറ്റ് ഉണ്ടാക്കാം, ചിലതിന് രണ്ടുപേർക്കും ഉണ്ടാക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ രണ്ടുപേരും നിയമം ഉണ്ടാക്കി പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഇൻ നേച്ചർ ആണെങ്കിൽ വിച്ച് വൺ വിൽ പ്രൊവൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ലോ വിൽ പ്രൊവൈൽ. ഇതൊക്കെയാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻസിൽ നമുക്ക് പറയാവുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സിൽ പറയാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, ബാങ്കിങ്, ഫോറിൻ അഫയേഴ്സ്, കറൻസി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ സെന്ററിനാണ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. യൂണിയൻ ലിസ്റ്റിലാണ് അത് വരുന്നത്. സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ഓർഡർ, പോലീസ്, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, അഗ്രികൾച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റിനാണ് അധികാരം. പാർലമെന്റിനും സ്റ്റേറ്റിനും ഇടപെടാൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് മാരേജ്, ഡിവോഴ്സ്, പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിങ്, ഇലക്ട്രിസിറ്റി, ലേബർ, വെൽഫെയർ എക്സെട്ര. അപ്പൊ ഇതിലെ ചില ടേംസ് ഓർത്ത് വെച്ചേക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ്. അതായത് പാർലമെന്റിൽ വേണമെങ്കിൽ സ്റ്റേറ്റിലെ ചില സബ്ജക്റ്റുകളിൽ നിയമം ഉണ്ടാക്കാം. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി പാർലമെന്റിൽ നിയമം ഉണ്ടാക്കാം. അത് ചില സിറ്റുവേഷൻസിലാണ്. ആ സിറ്റുവേഷൻസ് ആണെങ്കിൽ പറയാൻ പോകുന്നത്. ഒന്ന്, when രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ. അതായത് രാജ്യസഭ ഒരു നിയമം പാസ്സാക്കുകയാണ്. ആ നിയമത്തിൽ പറയുകയാണ് ഇത് നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഇത് ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വരണം എന്ന് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ പറ്റും. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട് ആണെങ്കിൽ കൂടി പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ പറ്റും when രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ ഇൻ സപ്പോർട്ട് ഓഫ് ദാറ്റ് ആക്ഷൻ ആൻഡ് അത് നാഷണൽ ഇൻട്രസ്റ്റിന്റെ ബേസിസിലായിരിക്കും എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് വൺ നാഷണൽ എമർജൻസി. ഒരു നാഷണൽ എമർജൻസിയുടെ സമയത്ത് എന്തായാലും പാർലമെന്റ് ആയിരിക്കും സ്റ്റേറ്റിന്റെ സബ്ജക്റ്റുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ 2-3 സംസ്ഥാനങ്ങൾ ചേർന്ന് ഞങ്ങൾക്ക് ഒരു നിയമം ഉണ്ടാക്കി തരാമെന്ന് പാർലമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റ് നിയമം ഉണ്ടാക്കി കൊടുക്കും. അതാണ് when the state makes a request എന്ന് പറയുന്നത്. പിന്നെ ടു ഇംപ്ലിമെന്റ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്. ഇന്ത്യ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് പോയി സൈൻ ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഈവൻ ദോ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഡാമുകൾ സംരക്ഷിക്കുന്നതാണ്, വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഓവർ ഹെഡ് ആയിട്ട് സെന്ററിന് ഒരു പവർ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള അഗ്രിമെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുകയാണെങ്കിലും അത് സെന്റർ ഓവർ റൈഡ് ചെയ്യും. ഓക്കെ, സെന്ററിന് അതിനകത്ത് തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രസിഡന്റ്സ് റൂളിന്റെ സമയത്തും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളിൽ പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭരണത്തിന്റെ സമയത്തും ഇതേപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാം. സെന്ററിന്റെ നിയമങ്ങൾ സ്റ്റേറ്റില് ആപ്ലിക്കബിൾ ആവും, പാർലമെന്റ് നിയമങ്ങൾ സ്റ്റേറ്റിൽ ആപ്ലിക്കബിൾ. ഓക്കെ, അല്ലെങ്കിൽ പാർലമെന്റിന് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പാർലമെന്റിൽ എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ പവർ ഉണ്ട്. അതായത് ഇന്ത്യക്ക് പുറമേ ഉള്ള ആൾക്കാരുടെ മുകളിലും ആക്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ ആണെങ്കിൽ ആ ഇന്ത്യൻ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഹിം വെദർ ഇഫ് ഈസ് റിസൈഡിങ് ഇൻ അമേരിക്ക ഓർ ഇൻ എനി അതർ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറമെ താമസിക്കുന്നതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യൻ ആണെങ്കിൽ ഈ നാട്ടിന്റെ നിയമം അല്ലെങ്കിൽ ഈ നാടിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലോസ് ആർ ആപ്ലിക്കബിൾ എക്സ്ട്രാ ടെറിട്ടോറിയൽ. പാർലമെന്ററി ലോസ് ആർ ആപ്ലിക്കബിൾ എക്സ്ട്രാ ടെറിട്ടോറിയൽ.
പിന്നെ നെക്സ്റ്റ് വൺ സെന്റേഴ്സ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഏതൊക്കെ കാര്യങ്ങളാണ് സെന്റേഴ്സിനെ കൺട്രോൾ ഉള്ള സ്റ്റേറ്റ് ലെജിസ്ലേഷനുമായിട്ട്. അതേപോലെ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ. അപ്പൊ ഇതും ഏത് പാർട്ടിലാണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ വരുന്നത് തന്നെയാണ്. സോ അതും പാർട്ട് ലെവലിൽ തന്നെ ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് വരുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും റിലേഷൻസ് ആണ്. ഓക്കെ, സോ പാർലമെന്റ് നമുക്കറിയാം എക്സ്ക്ലൂസീവ് പവേഴ്സ് ഉണ്ട് സബ്ജക്ട് യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയമവും കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് നിയമം വേണമെങ്കിലും സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അതൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഭാഗം ആണെങ്കിൽ. ഇനി സ്റ്റേറ്റിന്റെ ഓബ്ലിഗേഷൻ എന്താണ്? സെൻട്രൽ ഒരു നിയമം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഒന്ന്, ദ സ്റ്റേറ്റ് ഹാസ് ടു എൻഷുർ ദാറ്റ് ദ കംപ്ലയൻസ് വിത്ത് ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ്. അതായത് സ്റ്റേറ്റ് ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അത് പാർലമെന്റ് പറഞ്ഞതനുസരിച്ചാണോ നടപ്പിലാക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഒരിക്കലും ഇൻ കോൺട്രഡിക്ഷൻ ടു ദ ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ് ആയിട്ട് സ്റ്റേറ്റ് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഒരിക്കലും സെന്ററിന്റെ ലോസിന് അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, സെന്ററിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു കാര്യം പറയുന്നു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഡെസിഷൻ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. The next one, centers direction to the state ആണ്. The construction and maintenance of means of communication, protection of railways within the state, protection of railways within the state, etc. അതായത് ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ ഇപ്പൊ BSF, മിലിറ്ററി ക്യാമ്പുകൾ, ഇതൊക്കെ ഈവൻ ദോ അത് സ്റ്റേറ്റിന്റെ അകത്താണെങ്കിൽ കൂടി കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ സംസ്ഥാനത്തിന്റെ അകത്താണെങ്കിൽ കൂടി സെന്ററിന്റെ ഡയറക്ഷൻ ആണ് അവിടെ ഇംപ്ലിമെന്റഡ് ആവുന്നത്. സ്റ്റേറ്റിന്റെ ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ല അവിടെ ഇംപ്ലിമെന്റഡ് ആവും. ഓക്കെ, ഇനി ഫൈനാൻഷ്യൽ റിലേഷൻസ് ആണ്. ഫൈനാൻഷ്യൽ റിലേഷൻ എന്ന് പറയുമ്പോൾ സെയിം പാർട്ട് 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് വരുന്നത്. 268 മുതൽ 293 വരെയാണ് ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്നത്. പിന്നെ അലോക്കേഷൻ ഓഫ് ടാക്സിംഗ് പവേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതായത് ടാക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ടാക്സസ് വിച്ച് ആർ ലെവീഡ് ബൈ ദ സെന്റർ ബട്ട് കളക്ടഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സെന്റർ ആണ് ടാക്സ് ചുമത്തുന്നത്, പക്ഷെ അത് കളക്ട് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സംസ്ഥാനങ്ങളാണ്. ഇനി ടാക്സസ് വിച്ച് ആർ ലെവീഡ് ആൻഡ് കളക്ടഡ് ബൈ ദ സെന്റർ ബട്ട് അസൈൻഡ് ടു ദ സ്റ്റേറ്റ്. അതായത് ടാക്സ് കളക്ട് ചെയ്യുന്നതും അതുപോലെ ടാക്സ് ചുമത്തുന്നതും സെൻട്രൽ ആണ്, പക്ഷേ ഈ പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റേറ്റ്സിനാണ്. ലെവീഡ് ആൻഡ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ കോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾ അന്തർ സംസ്ഥാന ട്രേഡുകൾ അല്ലെങ്കിൽ കോമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടാക്സസ് വിച്ച് ആർ ലെവീഡ് ആൻഡ് കളക്ടഡ് ബൈ ദ സെന്റർ ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സെന്റർ ആണ് ചുമത്തുന്നത്, സെന്റർ ആണ് കളക്ട് ചെയ്യുന്നത്, പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സെന്ററും സ്റ്റേറ്റും തമ്മിലായിരുന്നു. പിന്നെ ടാക്സസ് വിച്ച് ആർ ലെവീഡ് ആൻഡ് കളക്ടഡ് ആൻഡ് റീറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് ടാക്സ് കളക്ട് ചെയ്യുന്നതും ടാക്സ് ചുമത്തുന്നതും സംസ്ഥാനങ്ങളാണ്. സംസ്ഥാനങ്ങൾ മാത്രം ചുമത്തുകയും പിരിക്കുകയും ചെയ്യുന്ന ടാക്സ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഉണ്ട്, പിരിക്കുന്നുണ്ട്. ടാക്സസ് പിരിക്കുന്നത് സ്റ്റേറ്റ് ആണെങ്കിൽ ടാക്സ് ചിലപ്പോൾ യൂസ് ചെയ്യുന്ന സെന്റർ ആവാം, ടാക്സ് പിരിക്കുന്നത് ചിലപ്പോൾ സെന്റർ ആവാം പക്ഷെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള റിലേഷൻസ് ആണ് ഫൈനാൻഷ്യൽ ആയിട്ട് സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആർട്ടിക്കിൾസ് ഓർത്ത് വെച്ചില്ലെങ്കിലും ലിസ്റ്റ് ഹാസ് ടു റിമെമ്പർ. ഇനി ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ ഏത് പാർട്ടിലാണ് അതുള്ളത് എന്നുള്ള കാര്യം ക്ലിയർ. നെക്സ്റ്റ് വൺ, ഗ്രാൻഡ്സ് ആൻഡ് എയ്ഡ് ടു ദ സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റിന് കൊടുക്കുന്ന ചില ഗ്രാന്റുകൾ, അതിനെ കുറിച്ചാണ്. ഇതും ഫൈനാൻഷ്യൽ റിലേഷൻ ആണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്, പിന്നെ ഒന്ന് ഡിസ്ക്രിഷണറി ഗ്രാന്റ്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 275 empowers the parliament to make grants to the state which are in need of financial assistance and not to every state ആണ്. ചില സംസ്ഥാനങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ട് അവർക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് പൈസയുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ സെന്ററിന് സ്റ്റേറ്റിനെ സഹായിക്കാം. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 282 empowers both center and states to make any grant for any public purposes even if it is not within their respective legislative competence ആണ്. സെന്ററിനും അതുപോലെ തന്നെ സ്റ്റേറ്റിനും ഓക്കെ എന്ത് തരത്തിലുള്ള ഗ്രാന്റുകൾ വേണമെങ്കിലും സ്വയമായിട്ട് നിർമ്മിക്കാം. ഓക്കെ, പബ്ലിക് പർപ്പസസിന് വേണ്ടിയിട്ടോ പെട്ടെന്നൊരു ആവശ്യം തോന്നി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈഫ് പദ്ധതിയാണെന്ന് വിചാരിച്ചോ, ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈസ തികയുന്നില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രാന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യാം. അതായത് ഈ ലൈഫ് പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് ഒരു അഡീഷണൽ സ്പെഷ്യൽ ഗ്രാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാന്റ് അവർക്ക് പാസ്സാക്കി എടുക്കാം, എന്നിട്ട് ആ ലൈഫ് മിഷൻ പദ്ധതി വേണമെങ്കിൽ പൂർത്തിയാക്കാം. ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്താണ് പെൻഷൻ കുറച്ചു കാലങ്ങളായിട്ട് ഡിലേഡ് ആണെങ്കിൽ, അതായത് പെൻഷൻ കൊടുക്കുന്നത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു അഡീഷണൽ ഗ്രാന്റ് നിർമ്മിക്കാം. അതിന് വേണ്ടി വേണമെങ്കിൽ അഡീഷണൽ സെസ് പിരിക്കാം, പൈസ വേണമെങ്കിൽ പിരിക്കാം. അതല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സ ചെയ്യാനായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ടാക്സ് വേണമെങ്കിൽ പിരിക്കാം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഗ്രാന്റുകൾ
നിർമ്മിക്കാം. ഓക്കെ, ഡിസ്ക്രിഷണറി ഗ്രാന്റ് ആണ്, അവർക്ക് ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ച് ഗ്രാന്റ് നിർമ്മിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. ഇത് ഫൈനാൻഷ്യൽ റിലേഷന്റെ ഭാഗമല്ല, ഇത് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ടോപ്പിക് ആണ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഫൈനാൻസ് കമ്മീഷൻ എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് എഴുതാൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, എനിക്ക് തോന്നുന്നു സീരീസ് ടെസ്റ്റിന് വന്നിട്ടുള്ളതാണ് ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ എന്താണ്? ആർട്ടിക്കിൾ 280 ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 5 വർഷത്തേക്കും പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും, കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാക്സ് ഡിവൈഡ് ചെയ്ത് സെൻട്രലും സ്റ്റേറ്റിനും കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ടാക്സ് ഡിവൈഡ് ചെയ്ത് അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, ഇവർക്ക് എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ത് പ്രിൻസിപ്പളിന്റെ ബേസിസിലായിരിക്കണം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ചെലവുകളെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് ഗ്രാന്റ് അലോക്കേറ്റ് ചെയ്തൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പ്രീവിയസില്, അതായത് പ്രീവിയസ് ബഡ്ജറ്റില്. അതുപോലെ പിന്നെ പ്രസിഡന്റ് എന്തെങ്കിലും ഫംഗ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഫൈനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട വേറെ എന്ത് റോളോ ഫംഗ്ഷനോ കൊടുത്തു കഴിഞ്ഞാൽ അതും ഫൈനാൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ഓക്കെ, പിന്നെ ഇന്റർസ്റ്റേറ്റ് കൗൺസിലാണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള തർക്കങ്ങൾ, യു ക്യാൻ സീ ഹിയർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെന്റർ. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ആണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 263 ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററും സ്റ്റേറ്റും തമ്മിലൊരു ഹാർമണി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുക. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളെയും സെന്ററിനെയും സംസ്ഥാനങ്ങളെയും ഏകദേശം ഒരു കോമൺ ഇൻട്രസ്റ്റിലേക്ക് എത്തിക്കുക. ഓക്കെ, പിന്നെ സെന്ററിന്റെ ആക്ഷൻ പ്ലാൻ പോളിസി അത് വളരെ രമ്യമായിട്ട് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കൺസേൺ സ്റ്റേറ്റ്സ് ആണ്. നിങ്ങൾ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് ജസ്റ്റ് ഒരു റീഡിംഗ് നടത്തിക്കോളാം, കാരണം ദർ ഇസ് വെരി ഗുഡ് ചാൻസ് ദാറ്റ് ഇറ്റ് കൻ ബി ആസ്ക്ഡ് ഫോർ ദി എക്സാം. ഇത് നെക്സ്റ്റ് വൺ എമർജൻസി പ്രൊവിഷൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി ആൻഡ് എന്താണ് സ്റ്റേറ്റ് എമർജൻസി. ദെൻ അതിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ദെൻ നെക്സ്റ്റ് വൺ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. സോ നെക്സ്റ്റ് വൺ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് ആണ്. സോ ഇത് നമ്മൾ അമേരിക്കൻ അല്ല, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ 92 ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഗുഡ്സിന്റെ ഫ്രീ ഫ്ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് അവർ കൺട്രി, അതാണ് ഇതിന്റെ മെയിൻ ആശയം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 301 ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്രീ ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സിനെ കുറിച്ച് പറയുന്നത്. ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ദിസ് കൺട്രി, ഉദ്ദേശം ഒരു റെസ്ട്രിക്ഷനും കൂടാതെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് റെൻഡർ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് അവർ കൺട്രി. അതാണ് ഫ്രീഡം ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ആസ് ഫാർ ആസ് എക്സാംസ് കൺസേൺഡ്. ഫൈനാൻസ് കമ്മീഷനും കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് റിലേഷൻസ്, ഫൈനാൻഷ്യൽ റിലേഷൻസ്, നല്ല ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത. അപ്പോൾ CNDG നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഏറ്റവും വലിയ ഓഡിറ്റർ ഓഫ് ദിസ് കൺട്രി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് CNDG ആണ്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ അക്കൗണ്ടും ഓഡിറ്റ് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഈവൻ പഞ്ചായത്തിന്റെയും എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ വരവ് ചെലവ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് CNDG എന്ന് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. 65 വയസ്സാണ് അയാളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും ഓഡിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഗവൺമെന്റിന്റെ കമ്പനീസ് ഉണ്ടെങ്കിൽ അവരുടെ, അതായത് ഇപ്പം അവരുടെ പ്രോഫിറ്റ്, അവരുടെ ലോസ്, ഇതിന്റെയൊക്കെ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, കമ്പനികളുടെ വിച്ച് ഇസ് ഓൺഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതും ഓഡിറ്റ് ചെയ്യുന്നത് CNDG ആണ്. പിന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന റെസിപ്റ്റ്, അതിനകത്തുള്ള എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൽ പറയുന്ന പോലെയാണോ ടാക്സ് പിടിച്ചിരിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പിടിച്ചിട്ടുണ്ടോ, അതിലെ എക്സ്പെൻഡിച്ചർ പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ കൂടിയോ കുറഞ്ഞോ, കാരണം എന്ത്, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് CNDG എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ കൂടി അതിന്റെയും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം CNDGക്ക് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ആക്ട് എസ് എ ഗൈഡ് ആണ്, ഫ്രണ്ട് ഫിലോസഫർ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്. പാർലമെന്റിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ബഡ്ജറ്റിനെ കുറിച്ച് അവലോകനം ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. സോ ആ കമ്മിറ്റിയെ സഹായിക്കും CNDG. ഓക്കെ, CNDG റിപ്പോർട്ട് അവരെ സഹായിക്കും. അതാണ് CNDGയുടെ ഫങ്ഷൻസും CNDGയുടെ ഇമ്പോർട്ടൻസും. ഓർത്ത് വെച്ചോളൂ CNDG എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്.
പിന്നെ നെക്സ്റ്റ് വൺ പബ്ലിക് സർവീസസ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള പബ്ലിക് സർവീസ് ആണ്? ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെ 3 പോസ്റ്റുകളാണ് ഓൾ ഇന്ത്യ സർവീസിലുള്ളത്. പിന്നെ സെൻട്രൽ സർവീസ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയും. നമ്മളിപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ നടത്തി നമ്മൾ സെൻട്രൽ സർവീസസിലേക്ക് കയറും. അതാണ് സെൻട്രൽ സർവീസസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ സ്റ്റേറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ നടത്തുന്ന ടെസ്റ്റുകൾ കൂടെ കയറിപ്പോകുന്നതാണ് സ്റ്റേറ്റ് സർവീസസ് എന്ന് പറയുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞിട്ട്. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്ഥിതിയാണ്. ഗ്രൂപ്പ് ബി അതിനേക്കാൾ താഴെ, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഏറ്റവും താഴെ. ഓക്കെ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് അറിയിക്കണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡിയാണ്. ആർട്ടിക്കൽ 315 മുതൽ 323 വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതിനൊരു ചെയർമാൻ ഉണ്ട്, പിന്നെ മെമ്പേഴ്സും ഉണ്ട്. 11 മെമ്പേഴ്സ് ആണുള്ളത്. 6 വർഷമാണ് അതിന്റെ കാലയളവ് എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാന്റെ കാലയളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാക്കുന്നവർ. മെയിൻ ആയിട്ടും UPSCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള എക്സാമിനേഷൻ, സെൻട്രൽ സർവീസസിലേക്കുള്ള എക്സാമിനേഷൻ നടത്തുക. ഓക്കെ. എന്നിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ പേര് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റെഫർ ചെയ്യാം. ഓക്കെ. പിന്നെ ഓൾ മാറ്റേഴ്സ് വിച്ച് ആർ റിലേറ്റിംഗ് ടു ദ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ടു ദ സിവിൽ സർവീസ് ആൻഡ് അതർ സിവിൽ പോസ്റ്റ് ആണ്. അതായത് എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകൾ വെക്കണം, ഇന്റർവ്യൂ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇന്റർവ്യൂയുടെ പാറ്റേൺ എന്തായിരിക്കണം, എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഏത് ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇങ്ങനെ ഓൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. ഡിസിപ്ലിനറി ആക്ഷൻസിനും ഡിസിഷൻസ് എടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. അതായത് ഒരു ഗവൺമെന്റ് സർവന്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവിയർ ചെയ്തു കഴിഞ്ഞാൽ അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് സീക്ക് ചെയ്യുന്നതും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ആയിരിക്കും. ഓക്കെ. അതാണ് എനി അതർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു പേഴ്സണൽ മാനേജ്മെന്റ്, പണിഷ്മെന്റ് ആവാം, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമാവാം, അതല്ലെങ്കിൽ അയാൾ കിട്ടുന്ന സാലറി, പെൻഷൻ ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രിവാൻസസും ആവാം. ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓക്കെ. അയാൾക്കുള്ള പ്രൊമോഷൻസ്, അതുപോലെ തന്നെ അയാൾക്കുള്ള പെർക്സ്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസ്, ഇതിന്റെ കാര്യത്തിലൊക്കെ ഒരു ധാരണയാക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 343 മുതൽ 351 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. സോ നമ്മുടെ പ്രൊവിഷൻ ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓൺലി ഒഫീഷ്യൽ ലാംഗ്വേജ്. അതിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, റീജിയണൽ ലാംഗ്വേജസ്, ലാംഗ്വേജ് ഓഫ് ദ ജുഡീഷ്യറി ആൻഡ് ടെക്സ്റ്റ് ഓഫ് ലോസ് ആൻഡ് സ്പെഷ്യൽ ഡയറക്ടീവ്സ്. ഓക്കെ. ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി റിട്ടൺ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് ദേവനാഗരിയാണ്, ഹിന്ദിയാണ് ഭാഷ. അതാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓഫ് ദ യൂണിയൻ. ഇനി റീജിയണൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേറ്റീവ് മദർ ടങ്, അതായത് കേരളം ആണെങ്കിൽ മലയാളം, തമിഴ്നാട് ആണെങ്കിൽ തമിഴ്, ഇപ്പോൾ ആന്ധ്ര ആണെങ്കിൽ തെലുഗു, അവരുടെ നേറ്റീവ് മദർ ടങ് എന്ന് പറയുന്നതാണ് റീജിയണൽ ലാംഗ്വേജ്, വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. The legislatures of the state may adopt any one or more of the languages in use in the state ആണ്, or ഹിന്ദി as the official language of that state. അതായത് സംസ്ഥാനത്തിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ലാംഗ്വേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹിന്ദി ഉപയോഗിക്കാം ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ് അലോങ് വിത്ത് ഇംഗ്ലീഷ്. ഇനി അടുത്തത് ലാംഗ്വേജ് ഓഫ് ദ ജുഡീഷ്യറി ആൻഡ് ടെക്സ്റ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സുപ്രീം കോർട്ട് പ്രൊസീഡിംഗ്സിന് വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹൈക്കോർട്ട് പ്രൊസീഡിംഗ്സ്. കണ്ടോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് can only be used for all proceedings in the Supreme Court and in every High Court. പിന്നെ the governor of a state with the previous consent of the president can authorize the use of Hindi or any other official language of the state in proceedings of the High Court. വേണമെങ്കിൽ ഗവർണറിന് പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടി ഹിന്ദിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാദേശിക ഭാഷയെ ഹൈക്കോർട്ടിന്റെ ഭാഷയാക്കി വേണമെങ്കിൽ പ്രൊക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാം. അതായത് ഗവർണറുടെ അധികാരം കൊടുത്തിട്ടുണ്ട്, പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടി ഹൈക്കോടതിയുടെ ഭാഷ പ്രാദേശിക ഭാഷയാക്കണമെങ്കിൽ പ്രാദേശിക ഭാഷയാക്കാം. ഓക്കെ. എല്ലാവർക്കും ഇപ്പൊ നമുക്കറിയാം ഹൈക്കോടതി പ്രാദേശിക ഭാഷകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇംഗ്ലീഷ് ആണ് മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് പ്രാദേശിക ഭാഷ, ഇതാണ് കോൺസെപ്റ്റ്. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ യൂസ് ഓഫ് എനി ലാംഗ്വേജ് ആണ്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. അതായത് അസംബ്ലിക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, അതർ ദാൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന് പുറമെ. വിത്ത് റെസ്പെക്ട് ടു ബിൽസ്, ആക്ട്, അതുപോലെ തന്നെ ഓർഡേഴ്സ്, ഓർഡിനൻസ്, റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ. പക്ഷെ ഒരു ട്രാൻസ്ലേഷൻ ഓഫ് ദ സെയിം ഹാസ് ടു ബി പബ്ലിഷ്ഡ് ആണ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് കോമൺ ആയിട്ട് അവർ യൂസ് ചെയ്യേണ്ടത്, നിയമസഭയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രാദേശികമായിട്ടുള്ള ഭാഷയായിരിക്കണം. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനും ഒപ്പം തന്നെ റിലീസ് ചെയ്യണം. ഓക്കെ. അതായത് നിയമങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചട്ടങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യാം നിയമസഭയിൽ മലയാളത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ അതിനൊപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇഷ്യൂ ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻസിനെ കുറിച്ചാണ്. ഇലക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയാണ്. സോ ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടക്കുന്നത്, ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ ആണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. 2 തരത്തിലുള്ള ഇലക്ഷൻ ഉണ്ട്. 3 തരത്തിലുള്ള ഇലക്ഷൻ ഉണ്ട്. വൺ ഇസ് കോൾഡ് നമ്മുടെ യൂണിയൻ ഇലക്ഷൻ. ഓക്കെ. അതായത് ജനറൽ ഇലക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്നത്. ലോക്സഭ ഇലക്ഷൻ, ജനറൽ ഇലക്ഷൻ എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ. അടുത്ത വരുന്നത് അസംബ്ലി ഇലക്ഷൻ ആണ്. അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള ഇലക്ഷൻ ആണ്. പിന്നെ വരുന്നുണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, അതിലേക്കുള്ള ഇലക്ഷൻസ്. 3 തരത്തിലുള്ള ഇലക്ഷൻസ്. നോ പേഴ്സൺ ഇസ് ടു ബി ഇൻഎലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ ഇലക്ടോറൽ റോൾ ആണ് ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ. അതായത് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ജെൻഡറിന്റെ പേരിലോ ഒരാളെയും ഇലക്ടോറൽ റോളിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. അവരുടെ പേര് ഇലക്ടോറൽ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ. പിന്നെ പാർലമെന്റ് പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. Parliament may make provision with respect to all matters relating to elections of the parliament and state legislature. ഇലക്ടോറൽ റോൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയെ ഡീലിമിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മണ്ഡലം എടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു ആറ്റിങ്കൽ എന്ന് പറയുന്ന ഒരു മണ്ഡലം എടുത്തു. ആ ആറ്റിങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതൊക്കെ സ്ഥലങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ മാറ്റാം. ആറ്റിങ്കലിനെ ചുറ്റിപ്പറ്റിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ മണ്ഡലം എടുത്തുകൊണ്ടിരിക്കുക. തൃശ്ശൂർ മണ്ഡലം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വട്ടം, അതായത് അടുത്ത വട്ടത്തെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ചിലപ്പോൾ കുന്നംകുളം തൃശ്ശൂരിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാം. ഓക്കെ. അതല്ലെങ്കിൽ ചിലപ്പോ വേറെ ഏതെങ്കിലും സ്ഥലം, തൃശ്ശൂരിനോട് ചേർന്ന് നടക്കുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒല്ലൂര്, അത് വേണമെങ്കിൽ വേറെ മണ്ഡലത്തിന്റെ ഭാഗമാക്കി മാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയെ അതിന്റെ ഷേപ്പ് മാറ്റിയെടുക്കാനൊക്കെ ഉള്ള പവർ പാർലമെന്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതാണ് ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ലോക്സഭ ഇലക്ഷൻ ഉണ്ട്, 5 വർഷമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനും 5 വർഷമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട് വോട്ടുകൾ. ഓക്കെ.